Focus. Presented by Happy Land Amusement Park, Thiruvananthapuram. and powered by Winnerland Karate Club, Arab Express Business Center, Focus, Valiyathu Medical Center, presents. This program is brought to you by Aura Global School. പെരിയാർ റൈസ്. കണിക്കൊന്നയും കണിവെള്ളരിയും പൊന്നിൻ നിറമുള്ള ഓർമ്മകളുമായി മനസ്സിന്റെ തളിർച്ചില്ലയിൽ ഒരു വിഷുക്കാലം കൂടി വരവായി. ഫോക്കസിന്റെ ഇന്നത്തെ മനോഹരമായൊരു വിഷു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളെ വിഷു ഈ ലോകത്തുള്ള എല്ലാവർക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ ഒരു വിഷു ആശംസകൾ ഞാനും എൻ്റെയും എൻ്റെ കമ്പനിയായ എക്സ്പെർട്ട് യൂണിയന്മാരെയും ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെയും ആശംസകൾ നേരുന്നു. വിഷുക്കാലം എപ്പോഴും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും എല്ലാം ഓർമ്മകൾ നമുക്ക് കൊണ്ട് നിറയ്ക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. എന്തുകൊണ്ടും ഈ ഒരു വിഷുവിന് ധാരാളം പ്രത്യേകതകൾ കൂടിയുണ്ട്. കാരണം വലിയൊരു മഹാമാരി നമ്മളെല്ലാം അലട്ടി അതിൽ നിന്നെല്ലാം പുറത്ത് വന്നിട്ടുള്ള ഒരു മാസമാണ്, ഒരു വർഷമാണിപ്പോൾ. 2, 3, 4 വർഷത്തോളം നമ്മൾ അടച്ചിരുന്നു. നമ്മൾ
ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമെല്ലാം അനുഭവപ്പെട്ട ഒരു കാലഘട്ടമാണ് ലോകത്തെമ്പാടും. അതിൽ നിന്നെല്ലാം പുറത്തു വന്ന് പുതിയ പ്രതീക്ഷകളുമായി, പുതിയ സമൃദ്ധിയുടെ പ്രതീക്ഷകളുമായി വിഷു ആഘോഷിക്കാൻ നമ്മളെല്ലാവരും തയ്യാറെടുത്തിരിക്കുന്ന ഒരു സമയമാണ്. വിഷുക്കണിയുടെയും വിഷുക്കൊന്നയുടെയും ആ ഒരു ഐശ്വര്യവും ആ ഒരു അഭിവൃദ്ധിയും തുടർന്ന് എപ്പോഴും നമ്മുടെ എല്ലാം മലയാളികളുടെയും ലോകത്തുള്ള എല്ലാവരുടെയും കൂടെ ഉണ്ടാവട്ടെ എന്ന് ഈ ഒരു വിഷു സമയത്ത് ഞാൻ ആശംസിക്കുന്നു. ഏഷ്യാനെറ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും അഡ്വാൻസ് പാക്കേജിംഗ് അറ്റ് ലാതസ്യൂസ് എന്ന കമ്പനിയുടെയും വിഷു ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. നമസ്കാരം. പ്രവാസി വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തിരക്കുള്ളി പ്രവാസി ജീവിതത്തിൽ സ്വന്തമായി ഒരു ബിസിനസ് സംരംഭം നടത്തിക്കൊണ്ടു പോവുകയും അതുപോലെ തന്നെ കലയെ അതിരറ്റം സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു അതുല്യ പ്രതിഭയാണ് ഇന്ന് പ്രവാസി വിഷയത്തിൽ നമ്മോടൊപ്പം എക്സ്പേർട്ട് യുണൈറ്റഡ് മറൈൻ സർവീസ് LLCയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ NM പണിക്കർ. നമസ്കാരം സാർ. നമസ്കാരം സാർ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള പത്രങ്ങളിലും ന്യൂസിലെല്ലാം വന്ന ഒരു തലക്കെട്ടായിരുന്നു മലയാളത്തിൻ്റെ അഭിമാനമായിട്ട് ഒരു വ്യക്തി, ആരും കടന്നു ചെല്ലാത്ത നിരവധി ബിസിനസ് സംരംഭകർ UAE-യിലുണ്ട് മലയാളികളായിട്ടുള്ള, പക്ഷേ ആരും സഞ്ചരിക്കാത്ത ഒരു പാതയിലൂടെ, അതായത് കപ്പൽ നിർമ്മാണ രംഗത്ത് ഒരു മലയാളിയുടെ സാന്നിധ്യം. അപ്പോൾ മലയാളികൾക്കെല്ലാം അഭിമാനമായ ഞാൻ സാറിനോട് സാറിൻ്റെ ഈ ഫീൽഡിലേക്ക് വരാനുള്ള സാഹചര്യം എന്താണെന്ന് സാർ ഒന്ന് വിവരിക്കാമോ? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ബട്ട് ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ ഈ രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ ബേസിക്കലി മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളായിട്ട് 1978 ഇവിടെ വരുന്നത്. ഗൾഫിൽ വരുമ്പോൾ അന്ന് ഇവിടെ വെറും മണലാരണ്യമാണ്, ഒന്നുമില്ല, വലിയ ബിൽഡിങ്ങുകളൊന്നുമില്ല, ആധുനിക സൗകര്യങ്ങളെപ്പറ്റി ചിന്തിക്കാൻ പോലുമുള്ള ഒരു കാലമായിട്ടില്ല. റോഡ് എല്ലാം ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വിർജിൻ ലാൻഡ്, ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ സമ്പുഷ്ടമായ ഒരു പ്രദേശം, ധാരാളം അവസരങ്ങളുണ്ട്, വളർന്നു വരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായപ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കിയത്. പ്രാധാന്യം എന്ന് പറയുന്നത്, ഈ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളെല്ലാം അവിടെ കൃത്യമായിട്ട് കാര്യമായ ഒന്നും മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കുള്ള ഒന്നും കൃത്യമായി ഉൽപ്പാദിപ്പിക്കുന്നില്ല. വാട്ടർ ട്രാൻസ്പോർട്ടാണ് ഇവിടുത്തെ ഏറ്റവും വളരെ വളരെ അത്യാവശ്യവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖല. വാട്ടർ ട്രാൻസ്പോർട്ടാണ്. കാരണം ബൾക്ക് സാധനങ്ങൾ വരാനും കൊണ്ടുപോകാനും വാട്ടർ ട്രാൻസ്പോർട്ട് ഇത്രയും ഒരു സാധ്യതയുള്ള മേഖലയാണിത്. വാട്ടർ ട്രാൻസ്പോർട്ട് ഇല്ലെങ്കിൽ ഇവിടെ ഈ ആധുനികമായ രീതിയിലൊന്നും വരില്ല. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയപ്പോൾ ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കാം എന്നുള്ളൊരു തീരുമാനം എനിക്ക് അന്നാണ്. ആദ്യകാലങ്ങളിൽ ഇവിടുന്ന് ഷിപ്പ് റിപ്പയറിലാണ് എനിക്ക് കൂടുതലും പ്രാവീണ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഷിപ്പ് റിപ്പയറിൻ്റെ മേഖലയിൽ ഞാൻ തുടക്കം തൊട്ടേ അറിയപ്പെടുന്ന ഒരാളായിരുന്നു, മെക്കാനിക്കൽ സൈഡിന്. അങ്ങനെ 78 ഇവിടെ വന്നു. ഷിപ്പ് റിപ്പയറും ഒരു യൂറോപ്യൻ കമ്പനി, ഡാമൻ ഷിപ്പ് യാർഡ് എന്നൊരു ഒരു യൂറോപ്യൻ കമ്പനിയിലായിരുന്നു ചേർന്നത്. ആദ്യം ഇന്ത്യൻ കമ്പനിയിലായിരുന്നു. അങ്ങനെ ആ ബന്ധം, ഇതുമായിട്ടുള്ള ഓരോ അറ്റാച്ച്മെൻറ്റും വരുമ്പോൾ സൊസൈറ്റിക്ക് ഇതിൻ്റെ ആവശ്യമുള്ള കപ്പലിൻ്റെ ഉടമകളും ആ കപ്പൽ കമ്പനികളും ഇതേപോലെ ഈ റിപ്പയറിന് വൈദഗ്ധ്യമുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയത്ത് നമുക്കങ്ങനെ കൂടുതൽ പ്രാധാന്യം കിട്ടിയപ്പോൾ ഞാൻ സൊസൈറ്റി അതിലേക്ക് എന്നെ കൂടുതൽ വലിച്ചുകൊണ്ട് പോകുമായിരുന്നു. എൻ്റെ ഇഷ്ടവും അത് തന്നെയായിരുന്നു. അങ്ങനെയാണ് 2000 വരെ ഞാൻ പല കമ്പനികളിലും, യൂറോപ്യൻ കമ്പനികളിലും എല്ലാം വർക്ക് ചെയ്തിരുന്നു. പല യൂറോപ്യൻസും നമ്മുടെ കീഴിൽ തന്നെ ജോലി ചെയ്യുന്ന യൂറോപ്യൻസ് ഉണ്ടായിരുന്നു ആ കാലങ്ങളിൽ. അങ്ങനെ 2000 ആയപ്പോൾ, അപ്പം ഇതിനിടെ കല്യാണം കഴിച്ചൊക്കെ വന്നപ്പോഴും 2000 ആയപ്പോഴേ എനിക്ക് തന്നെ ഒരു മാറ്റത്തിൻ്റെ ആവശ്യകത മനസ്സിലായി. കാരണം ഇത്രയും കാലം ഞാൻ എൻ്റെ സർവീസ് മറ്റുള്ളവർക്ക് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഇനി ഞാൻ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാം എന്നൊരു തോന്നലിലാണ് 2000 ഞാൻ ഷിപ്പ് റിപ്പയർ കമ്പനിയാണ് തുടങ്ങിയത്. ഷിപ്പ് റിപ്പയർ കമ്പനി തുടങ്ങി ആദ്യം ഒരു ആളിനെ വെച്ചിട്ട് ഞാൻ തുടങ്ങി. പിന്നീട് അതൊക്കെയാണ് ഇന്ന് കാണുന്ന ഇന്നത്തെ യാഥാർത്ഥ്യം. അങ്ങനെ വരുമ്പോഴാണ് 2018 ഞാൻ വിചാരിച്ചു, ഞാൻ ഇത്രയും കാലം കപ്പൽ റിപ്പയർ ചെയ്യുന്നു, ആരെങ്കിലും കപ്പൽ ഉണ്ടാക്കിയെങ്കിലല്ല റിപ്പയർ ചെയ്യാൻ കിട്ടുള്ളൂ. അങ്ങനെയാണ് ഇവിടുത്തെ ഈ മേഖലയിൽ മുൻകാലങ്ങളിലും ഇവിടുത്തെ ആൾക്കാർക്ക് ഈ സാധാരണ കപ്പൽ ഉണ്ടാക്കണമെങ്കിൽ അവർ ആദ്യകാലങ്ങളിൽ യൂറോപ്പിനായിരുന്നു, പിന്നീട് സിംഗപ്പൂരിനെ അവർ എല്ലാവരും ആശ്രയിച്ചു. സിംഗപ്പൂരും കഴിഞ്ഞപ്പം ചൈനയെ ആശ്രയിച്ചു തുടങ്ങി.
അത് കഴിഞ്ഞപ്പോൾ അവിടെ ഇവിടുന്നെല്ലാം ഒരു മാറ്റം ഗൾഫിലേക്ക് വരുന്നത് ആ ഒരു സമയം ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അതങ്ങനെ വരുമ്പോഴാണ് വിചാരിച്ചത് ഒരു ഷിപ്പ്യാർഡ് അങ്ങനെ വരുമ്പോൾ സ്വന്തമായിട്ടുള്ള സ്ഥാപനങ്ങൾ വേണം. എന്നും നമ്മൾ വാടകയ്ക്ക് സ്ഥലമെടുത്ത് നടത്തുമ്പോൾ ഇതൊക്കെ സ്ഥായിയായ സ്ഥാപന ജംഗമ വസ്തുക്കളാണ്. അത് നമുക്ക് എപ്പോഴും അഴിച്ചു മാറ്റി കൊണ്ടുവെക്കാൻ അപ്രൂവ് ചെയ്യാനോ പറ്റില്ല. അങ്ങനെയാണ് സ്വന്തമായ ഒരു സ്ഥാപനം, സ്വന്തമായ ഇതിനോട് ആസ്ഥാനം വേണമെന്നുള്ള ഒരു അത് 2019 എനിക്കിവിടെ എടുത്തത്. അതാണ് ഇന്ന് 22 ഉണ്ടായത്. സാറ് നിർമ്മിച്ചിറക്കിയ കപ്പൽ ആഴക്കടലിൽ തിരമാലകളിലൂടെ ഇങ്ങനെ താളാത്മകമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ശരിയല്ലേ? അപ്പോൾ ഈ താളത്തിനും സംഗീതത്തിനും തമ്മിലൊരു ബന്ധമുണ്ട്. ഈ താളം സാറിൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഒരു ബിസിനസ് സംരംഭകൻ എന്നതിലുപരി സംഗീതത്തെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് സാർ. അപ്പോൾ സാറിനോട് എനിക്ക് അറിയാൻ ചോദിക്കുന്നത് ഈ സാറിനും സംഗീതവുമായുള്ള ബന്ധം അതുപറ്റിയെല്ലാം സാറൊന്ന് വിവരിക്കണം. സംഗീതം എന്ന് പറയുന്നത് ഞാനത് എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ ഒരു ആത്മാവിൻ്റെ ഭാഗം, എൻ്റെ ആത്മാവാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത്രയധികം എന്നെ വളരെ ചെറുപ്പത്തിലേ ഇത് സ്വാധീനിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ തന്നെ കാറ്റടി, ഞങ്ങൾ കായലുവാരത്താണ് താമസിക്കുന്നത്. നല്ല കാറ്റ് വീശുമ്പോൾ അതിൻ്റെ ഒരു ഈണമുണ്ട്. ആ ഈണം ഞാൻ ഒരു ശ്രുതി ലയവായിട്ട് ഞാൻ കാണുമായിരുന്നു, കേൾക്കുമായിരുന്നു, അത് കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഗൾഫിൽ വരുമ്പോൾ എല്ലാ സ്ഥലത്തെയും എയർ കണ്ടീഷൻസ് വർക്ക് ചെയ്യുമ്പം അതിൽ എല്ലാം കൂടെ ഒരു ലയിച്ച് ഒരു മൂളൽ വരും. അത് നമ്മൾ ഒരു ശ്രുതി ലയമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. താളമാണ് എൻ്റെ ഇത്. നമ്മുടെ ഓരോ നടത്തവും സംസാരവും പ്രവൃത്തികളും ഞാൻ ഈ മെക്കാനിക്കൽ ജോലി ചെയ്യുമ്പോഴും അതും ഒരു താളക്രമത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചെറുപ്പത്തിലെ കുറച്ച് തബല വായിക്കുമായിരുന്നു. തബല അഭ്യസിച്ചിട്ടുള്ളൂ. കൂടുതൽ അഭ്യസിക്കാനുള്ള ഒരു സാഹചര്യം എനിക്കന്ന് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല എന്നെ അത് പഠിപ്പിച്ച അദ്ദേഹം പറഞ്ഞ എൻ്റെ ആ ഒരു ആക്രാന്തം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിനകത്ത് നീ ആക്രാന്തപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് ജീവിതം ബുദ്ധിമുട്ടിപ്പോവും, വഴിമുട്ട് പോവും. അത് എൻ്റെ മനസ്സിലിങ്ങനെ അലയടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതെൻ്റെ ആത്മാവാണ്. ഞാൻ തബല അന്നത്തെ കാലത്ത് നാടകം ഗാനമേളയ്ക്കൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഇത് പോകുന്ന വഴിക്കെല്ലാം ഇത് ഞാൻ കൊണ്ടുവരുന്നു. ഗൾഫിൽ വരുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഞാൻ 81 ഷാർജയിലൊരു ആഫ്രിക്ക ഹാളുണ്ടായിരുന്നു. അവിടെ ഒരു പ്രോഗ്രാമിൽ ഞാൻ തബല വായിക്കുന്നത്. ഞാനിതെൻ്റെ കൂടെ ഈ തബല എൻ്റെ കൂടെ ഞാൻ ജീവിതത്തിൽ ഇത്രയും കാലം കൊണ്ട് നടക്കുമായിരുന്നു. അപ്പോഴും ഞാൻ ഏതെല്ലാം സാഹചര്യങ്ങൾ വന്നാലും ഇതിനെ ഞാൻ മാറ്റി വച്ചിരുന്നില്ല. ഒരു ദിവസം എപ്പോഴും എൻ്റെ കൈയും കാലം ഇതിൽ ഒരു താളാത്മകമായിട്ട് പോകുമായിരുന്നു. പക്ഷേ എന്നാലും ഒരു ദിവസം എപ്പോഴെങ്കിലും എത്ര സങ്കീർണം ഉണ്ടെങ്കിലും എൻ്റെ സാഹചര്യം എന്തെങ്കിലും രീതിയിൽ അനുവദിക്കുമെങ്കിൽ 5 മിനിറ്റ് ഞാൻ ഇതിന് മാറ്റി വെക്കുമായിരുന്നു. വളരെയധികം കുട്ടികൾ മീൻസ് ആളുകൾ സംഗീതം പഠിക്കണമെന്ന ആഗ്രഹവും എന്നാൽ അതിനുള്ള സാഹചര്യമില്ലാത്ത ഒരു സിറ്റുവേഷനുണ്ട്. സാറ് ഇങ്ങനെയുള്ളവർക്ക് സാറിൻ്റെ ഈ തിരക്കിനിടയിലും സാറ് പറഞ്ഞില്ലേ, ഞാൻ ഏത് സമയത്തായാലും എപ്പോഴായാലും സാറിൻ്റെ കൈ താളത്തിലേക്ക് പോകും. അതുപോലെ തന്നെ കിട്ടുന്ന അവസരത്തിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്കായാലും പലർക്കും വേണ്ടിയിട്ട് സാറ് അവർക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പാടാനും ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അഭ്യസിക്കാനും. അതുമാത്രമല്ല ചില ഈ സായാഹ്നങ്ങളിൽ ഇങ്ങനെ പാട്ട് പാടുന്ന എല്ലാവരെയും കൂട്ടി ഇണക്കി കൊണ്ടുവന്നിട്ട് ഒരു സംഗീത സദ്യ പോലെ തന്നെ വിളമ്പി കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാം സാറിന് എങ്ങനെ കഴിയുന്നു? അതിനുള്ള സമയം സാർ എങ്ങനെ കണ്ടെത്തുന്നു? ഈ സംഗീതം ഞാൻ പറഞ്ഞല്ലോ, സംഗീതം എൻ്റെ ആത്മാവാണെന്ന് പറഞ്ഞല്ലോ. ആത്മാവായ സംഗീതം കൂടെ കൊണ്ട് നടക്കുമ്പോഴും എനിക്ക് തന്നെ പല സന്ദർഭങ്ങളിലും പോയി എവിടെയെങ്കിലും എനിക്ക് ഒരു പരിപാടിക്ക് പ്രോഗ്രാമിനും പോകാനുള്ള സമയമില്ല. എനിക്ക് പ്രോഗ്രാമിന് ഇവിടെ നമ്മൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ അതിന് റിഹേഴ്സലിന് അറ്റൻഡ് ചെയ്യണം. അവരുടെ സൗകര്യം അനുസരിച്ച് നമ്മൾ നിൽക്കണം. അപ്പം ഞങ്ങളുടെ മറൈൻ ഫീൽഡും ഇതുമായിട്ട് ഒരിക്കലും മാച്ചായി പോവില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി പ്രോഗ്രാമിന് പോക്കലിവിടെ ഈ പ്രോഗ്രാമിന് പോയി സായുജ്യം അടയാൻ നടക്കില്ല. പക്ഷേ ഈ പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഇവിടെ 1-2 പ്രോഗ്രാമിന് ആദ്യം അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വല്ലാതെ ആഘാതങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം നാട്ടിലേക്കാട്ടിൽ കൂടുതൽ പൊളിറ്റിക്സ് ഉണ്ട് ഇവിടെ. ഈ രാജ്യത്ത് നല്ല രീതിയിൽ ചെറുപ്പത്തിലെ കല അഭ്യസിച്ചവർ ധാരാളം പേര് ഇവിടെയുണ്ട്. എന്നെപ്പോലെ അവസരങ്ങൾക്ക് കിട്ടാതെ, അവസരങ്ങൾക്ക് പോവാതെയും അതിന് സാഹചര്യമില്ലാതെ നിൽക്കുന്ന ധാരാളം ആൾക്കാരുണ്ടെന്നറിയാം. അതിൻ്റെ അർത്ഥം അവരുടെ കല അതേപോലെ മുരടിച്ച് ഇല്ലാതാവുകയല്ല. അവർക്കൊരു അവസരം കൊടുത്താൽ അവർക്കുണ്ടാവുന്ന അവരുടെ മനസ്സിൽ അവർക്കുണ്ടാവുന്ന ഒരു ആത്മവിശ്വാസം, അതിലും പ്രത്യേകിച്ചും അതിലൂടെ കിട്ടുന്ന ആ ഒരു സ്വാന്തനം വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല.
കാശ് കൊടുത്താലൊന്നും അത് മേടിക്കാനാവത്തില്ല. അങ്ങനെ ഞാനിത് തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും എത്രയോ പേരൂടെ വന്ന് ഇമ്പ്രൂവ് ചെയ്തു. അങ്ങനെ കുറേയധികം കലാകാരന്മാർ ഞങ്ങളുടെ കൂടെ ആയപ്പോഴാണ് ഒരു 2011 ഞങ്ങൾ ആദ്യമായിട്ട് 12 ആദ്യമായിട്ട് 2009 ഇത് തുടങ്ങിയത് ഞാൻ. എന്നിട്ട് 2012 ആദ്യമായിട്ട് സംഗീത ആരാധന നമ്മുടെ ഈ നവരാത്രി ദിവസങ്ങളിൽ ഒരു ദിവസം ഞാൻ സംഗീത ആരാധനയ്ക്ക് ഈ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം 10 മിനിറ്റ് വെച്ചിട്ട് സ്ലോട്ട് കൊടുക്കും. ഇവിടെ ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ ഇല്ല. ആരും 1 രൂപ പോലും ഇവിടെ ദക്ഷിണ പോലും ഇടുന്നത് ഞങ്ങൾ അത് ആവശ്യമില്ല. എല്ലാ ഇൻസ്ട്രുമെൻറ്റും ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. അത് വരിക, അവർ ആസ്വദിക്കുക. അവർക്ക് ചിലർക്ക് ഇൻസ്ട്രുമെൻ്റ് മേടിച്ചാൽ അതിനെ അതേപോലെ കൊണ്ടു നടക്കാൻ അല്ലെങ്കിൽ അതേപോലെ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും ഇവിടെ ഇല്ല. എല്ലാവരും ബെഡ് സ്പേസിലും കുറേയൊക്കെ അങ്ങനെ താമസിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം മേടിച്ചു കൊണ്ട് വെച്ചിരിക്കുന്നത്. നമ്മളതെല്ലാം എല്ലാം വളരെ പ്രൊഫഷണലായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സാണ്. അത് അതേപോലെ ഇവിടെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. സൂക്ഷിക്കാൻ ആൾക്കാരുണ്ട്, അതെല്ലാം സൂക്ഷിച്ചു വെക്കുന്നു. അത് ശരിയായിട്ടല്ല ആഴ്ച ഒരിക്കൽ ഒന്ന് അവിടെ വരുമ്പം ശ്രുതി മാറുന്നവർക്ക് നമ്മൾ അവരെ ആ ശ്രുതിയിലേക്ക് വലിച്ചുകൊണ്ട് വരും. രാഗം അവർ തെറ്റിയാൽ ആ രാഗം പറഞ്ഞു കൊടുക്കും. താളം തെറ്റിച്ചാൽ ആ താളത്തിലേക്ക് അവരെ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ അവർക്ക് ഒരു ചിട്ടയില്ലാതെ പോയ അവരുടെ ആ സംഗീത ജീവിതത്തിനെ ചിട്ടയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശമാണ്. ഇപ്പോൾ അത് എത്രയോ പേർക്ക് നമ്മൾ കൊടുക്കണം. ഇപ്പോൾ എല്ലാവർക്കും അതൊരു വലിയൊരു മനസ്സിന് വലിയ ആനന്ദം കൊണ്ടാണ് അവർ പോകുന്നത്. ഇതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതാണിപ്പോൾ നടക്കുന്നത്. സാർ, നമ്മൾ ഇത്ര നേരം പറഞ്ഞതുപോലെ ബിസിനസ്സിനെ പറ്റി പറഞ്ഞു. അതിലുപരിയായിട്ട് സംഗീതത്തിൽ സാറിൻ്റെ അറിവും സാറ് സംഗീതത്തിന് വേണ്ടി ചെലുക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ആ സംഗീത സദസ്സ്. നമുക്കൊന്ന് കണ്ടുകളാം. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നാവികൻ നീ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നാവികൻ നീ. അല്പനിമിഷം എല്ലാ ടെൻഷനുകളിൽ നിന്നും മാറി സാറിനെ പറ്റി അറിഞ്ഞു, സാറിൻ്റെ ബിസിനസ്സിനെ പറ്റി അറിഞ്ഞു. അതിലുപരി ഞാനൊരു കലാകാരനായതുകൊണ്ട്, കലയെ സ്നേഹിക്കുന്ന ആളായതുകൊണ്ട് സാറിൻ്റെ മനസ്സിലുള്ള ഓരോ ഫീലും ഓരോ തുടിപ്പും അറിയാൻ എനിക്ക് കഴിഞ്ഞു. കാരണം സംഗീതത്തിൽ ഇത്രയധികം സ്നേഹിക്കുന്ന സാറായിട്ട് ഒരു സംഭാഷണത്തിൽ ഏർപ്പെടാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. അപ്പോൾ സാറിന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ സാറിന് നന്ദി പറയുന്നു. വലിയത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, കരുനാഗപ്പള്ളി, കേരള. One of the best multi-speciality hospital in Kollam. Valiyat Institute of Medical Sciences has specialty and super specialty sections which include cardiology, neurology, pulmonary medicines, neurosurgery, nephrology, diabetology, etc. Valiyat Institute of Medical Sciences. Call 0476 2080 വിഷു വസന്തകാലമാണ്. പ്രകൃതിയാകെ മഞ്ഞപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കൊന്നപ്പൂവ് ശ്രീകൃഷ്ണന്റെ അരഞ്ഞാണമാണെന്നുള്ളൊരു വിശ്വാസം പഴമക്കാർക്കിടയിലുണ്ട്.
കൊന്ന മാത്രമല്ല ഏതാണ്ട് എല്ലാ ചെടികളും പൂത്തുലയുന്ന കാലം കൂടിയാണ് വിഷുക്കാലം. ഇന്ന് വിഷു മധുരത്തിൽ ഒരു വിഷു സ്പെഷ്യൽ പായസം തന്നെ കാണാം. വിഷുമധുരത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ വിഷുദിനാശംസകൾ. ഇന്നത്തെ വിഷു വളരെ സ്പെഷ്യലാണ് കേട്ടോ. കാരണം ഇന്ന് നമുക്കൊരു വിഷു സ്പെഷ്യൽ പായസമാണ് നമുക്കിന്ന് കിട്ടാൻ പോകുന്നത്, ഒരു വിഷു കൈ നീട്ടം പോലെ. അതിനായിട്ട് എൻ്റെ ഒപ്പം ഒരു അനില ചേരുന്നുണ്ട്. ഞാൻ റീസെൻ്റ്ലി പരിചയപ്പെട്ടതാണ്, എല്ലാവർക്കും അറിയായിരിക്കും, ഒരു യൂട്യൂബറാണ്. ഹായ് അനില, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എവിടെ വരെ വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയി വരുന്നു, പായസം വരെ എത്തി നിൽക്കുകയാണ്. പായസം ഇപ്പോൾ ഒരു ഞങ്ങളോട് പറഞ്ഞിരുന്നു ഒരു സ്പെഷ്യൽ പായസമായിരിക്കുന്നു, അവല് പായസം അല്ലേ? ഓക്കെ, എന്താണ് അതിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസ്? അവല് തന്നെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ഈ അവൽ പായസത്തിന് ആദ്യം നമ്മൾ ഈ അവല് കുറച്ച് നെയ്യിൽ വറുത്ത് എത്ര നേരം വറക്കണം? ഒരു 5 മിനിറ്റ് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വെള്ളത്തിൽ കുതിർത്ത്. എത്ര നേരം കുതിർത്ത് വെക്കണം? അത് വെള്ളം നീക്ക ഇത് വെച്ചിട്ട് അത് പെട്ടെന്ന് തന്നെ അങ്ങ് ഇതാവും. ഒരു 10 മിനിറ്റ് വേണ്ട. അപ്പോഴത്തേക്കും കുതിർന്ന് ആ വെള്ളം അതിനകത്ത് കുതിർത്ത് വെച്ചിരിക്കുന്ന അവല് അല്ലേ? പിന്നെ ചവ്വരി ഞാൻ കുക്കറിൽ ഫിസിലേപ്പിച്ചിട്ട് വേവിച്ച് വെച്ചേക്കുവാണ്, പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട്. അതിന് ഇത്തിരി വേവ് കൂടുതലാണ്, അപ്പൊ നമ്മളത് ഒരു 5 വിസിൽ കേൾപ്പിച്ചാൽ അത് അപ്പം പെട്ടെന്ന് ആയി കിട്ടും. പിന്നെ ശർക്കര ഞാൻ പാനിയാക്കി വെച്ചിട്ടുണ്ട്. അത് എത്രയാണ് നമ്മൾ എടുത്തത്? 500ആണ്. ഇപ്പൊ 2 പേർക്കുള്ള പായസം ഉണ്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? പിന്നെ ചുക്കുപൊടി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് എന്താണ്? ആദ്യം ഇനി നമുക്ക് നെയ്യ് ചേർത്തിട്ട് അവില് അതിനകത്ത് കുറച്ച് വഴട്ടിയെടുക്കാം. ഇപ്പം 2 സ്പൂണ് നെയ്യാണ്. ഈ നെയ്യിലേക്ക് ഈ അവില് ഇട്ട് വഴട്ടിയെടുക്കണം. നമ്മൾ വറുത്ത് കുതിർത്ത് വെച്ച അവല് 2 കപ്പ്. ആദ്യം നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ അവല് സോട്ട് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇത് നല്ലോണം ശർക്കരയും യാവലും ആയിട്ട് നല്ലോണം മിക്സ് ചെയ്തൊന്ന് കുറുകി വെക്കണം. ഇതെല്ലാം തിക്ക് ഒരു പരിവാണ് അല്ലേ? ഓക്കെ അനില, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മൾ പ്രവാസികൾ ഇവിടെ വിഷു ആഘോഷിക്കുമ്പോൾ ഒരുപാട് പരിമിതികൾക്കിടയിൽ നിന്നിട്ടാണ് ആഘോഷിക്കണം അല്ലേ? വിഷുവിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരുപാട് നാൾ നിലനിൽക്കുന്നതാണ്. അപ്പൊ നാട്ടിലെ വിഷുക്കാലം ഒന്ന് ഓർക്കുന്നുണ്ടോ? നാട്ടിലെ വിഷു ആഘോഷിച്ചിട്ടുണ്ടോ? പിന്നെന്താ, എങ്ങനെയാണ് അവിടുത്തെ? അവിടെ നമ്മൾ ഇതേപോലെ കണി വെക്കും, രാവിലെ കണി കാണും, അത് കഴിഞ്ഞ് അമ്പലങ്ങളിൽ പോവും. പിന്നെ നമ്മളെ മുൻ തലമുറയുള്ള അപ്പനും അമ്മൂമ്മേന്നൊക്കെ ഒരുപാട് കൈനീട്ടം കിട്ടും. ഇവിടെ അതില്ല. ഇവിടെ സ്നേഹം കിട്ടിയാൽ മതിയല്ലോ. കൈനീട്ടം സ്നേഹം ആരുമില്ല, റിലേറ്റീവ്സ് ഒന്നും അങ്ങനെ കൂടുതലില്ലല്ലോ ഇവിടെ. ഇപ്പം നാട്ടില് വർക്കലയല്ലേ? അതെ, അപ്പോൾ അനില ഞാൻ നേരത്തെ പറഞ്ഞില്ല, അനില ഒരു പാചകക്കാരി മാത്രമല്ല, ഒരുപാട് ഹോം ഡെക്കർ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വ്യക്തിയാണ്. ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് സ്വന്തമായിട്ട്, അനില ക്രിയേഷൻസ്. ഇതെല്ലാം ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അനിലയുടെ ആക്ടിവിറ്റീസ്? ക്രാഫ്റ്റ് ആണ് ചെയ്യുന്നത് മെയിനായിട്ട്. ഹോം ഡെക്കർ ഐറ്റംസ്. അതൊക്കെ എന്തെങ്കിലും മെറ്റീരിയൽ ഒക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് വേസ്റ്റ് മെറ്റീരിയലും ഉണ്ട്, നല്ല ഫ്രഷ് ആയിട്ടും. വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രൂട്ട് ഫോം, നമ്മൾ കഴിക്കുന്ന മിഠായിയുടെ റാപ്പർ, പാൽക്കുപ്പി, അതെ, പിന്നെ ന്യൂസ് പേപ്പർ, പിന്നെ ബോട്ടില് എല്ലാ വേസ്റ്റുകളെല്ലാം വെച്ച് ചെയ്യും. പിന്നെ പരീക്ഷിച്ച് പഠിച്ചു. അതെ ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അതിനകത്ത് നല്ല ഇൻട്രസ്റ്റ് ആണ്. നെക്സ്റ്റ് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുമ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്? ഇനി അതിനകത്ത് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ഇതിനകത്തിട്ട് ആഡ് ചെയ്യാം. നമ്മൾ സാഗോ നേരത്തെ പറഞ്ഞിരുന്നു, അതിന് ഇത്തിരി വേവ് കൂടുതലാണ്. അതുകൊണ്ട് ഒരു 5 വിസിൽ കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ച സാഗോ 1 കപ്പ് അല്ലേ, ഏകദേശം 1 കപ്പ് ചേർക്കുന്നു.
ഒക്കെ നമ്മൾ ചൗരി ചേർത്തു അല്ലേ? ഇനി അത് ഈ ശർക്കരയും ഈ അവിലുമായിട്ട് നല്ലോണം ഒന്ന് മിക്സായി ആയിട്ട് വരും, ഒന്ന് ചേരണം. അമ്മയുടെ കഴിവ് പെൺകുട്ടികൾ കിട്ടും. മാളവിക, മൃദുല അല്ലേ? അവരെന്തൊക്കെയാണ്, വേറെ എന്തൊക്കെയാ ചെയ്യുന്നത്? അവര് രണ്ടുപേരും പടം വരയ്ക്കും നന്നായിട്ട്. പെയിന്റിങ്ങിലാണ്. പെയിന്റിങ് കോമ്പറ്റീഷനൊക്കെ ഇവിടെ പ്രൈസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഇവിടെ. പിന്നെ എന്തെങ്കിലും ഇത് അവരിലേക്ക് ഇളയാള് എന്നെ പോലെ ക്രാഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പായസം ഏകദേശം ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിലായിട്ട് ആയിട്ടുണ്ട്. ചൗരി എല്ലാം നന്നായിട്ട് യോജിച്ച് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താണ്? നമുക്ക് ഇതിനകത്ത് പാല് 1.5 ലിറ്റർ പാല്, ഫ്രഷ് മിൽക്ക് ആണല്ലേ? അപ്പൊ ഞാനിവിടെ വന്നപ്പോഴാണ് അനില വേറൊരു കാര്യം വിട്ടുപോയി. പേപ്പർ വെച്ചിട്ട് ഞാൻ ഓർത്ത് ഒറിജിനൽ ആണ് ജാസ്മിൻ ഫ്ലവർ. ഞാൻ മേടിക്കണ്ടില്ലായിരുന്നു തോന്നി. അങ്ങനെ മുല്ലമുട്ടിന്റെ എന്തൊക്കെയോ സംഭവങ്ങൾ മുല്ലപ്പൂക്കെ ടിഷ്യൂലാണ് ചെയ്യുന്നത്. ടിഷ്യൂ മാത്രം. നമുക്ക് ഇവിടെ നമുക്ക് പൂവിട്ട വലിയ പാടല്ലേ, അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അത് മോൾക്ക് ഒരു ഡാൻസ് പ്രോഗ്രാം വന്നപ്പോ മുല്ലപ്പൂവിന് വേണ്ടിയിട്ട് അത് ചെയ്തതാണ് ഞാനത്. വരാറുണ്ടല്ലേ അങ്ങനത്തെ ഡാൻസ് പ്രോഗ്രാമിനൊക്കെ നമ്മൾ കൂടുതലും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ്. പക്ഷെ ഇത് ഒറിജിനൽ ഫ്ലവർ തോറ്റു. നല്ല ഒരു കാഴ്ചക്ക് അത് ഒറിജിനലായിട്ട് തോന്നും. പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് 1-2 പൊടികൾ ചേർക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ചുക്കുപൊടി, ഏലാച്ചി പൗഡർ, ഇത് 1 സ്പൂൺ വീതമാണ് ഞാൻ. ഏലക്കപ്പൊടി, ചുക്കുപൊടി. ഓക്കെ, ഇപ്പൊ ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് റെഡിയാക്കാം. ഇതെല്ലാം വറുത്തിടണം അല്ലേ? ഇതങ്ങോട്ട് ഇട്ട് ആദ്യം കാഷ്നട്ടായിരിക്കുമല്ലോ? അല്ല, തേങ്ങ കൊത്തിയത്. ഓക്കെ, മഹേഷേട്ടാ ഹാപ്പി വിഷു. ആദ്യം തന്നെ അനിൽ ഇവിടെ ഒരു സൂപ്പർ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവൽ പായസം. അപ്പോൾ ഇതൊക്കെ മോളെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം പറയണം സത്യസന്ധമായിട്ട്. അതാണ് നിങ്ങൾക്കുള്ള ടാസ്ക്. ഓക്കെ, അപ്പോൾ എടുത്തോളൂ. ഇപ്പോൾ കുട്ടി പരീക്ഷയിൽ ജയിക്കുമോ തോക്കുമോ ഇപ്പം അറിയാം നമുക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പറാണോ? ഓക്കെ, അപ്പം ഞാൻ ഈ പായസം ഇവരെല്ലാവരും നന്നായിട്ട് പറയണ്ട. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇത് നിങ്ങൾ ട്രൈ ചെയ്യണോ വേണ്ടിയോ എന്ന് ഞാൻ പറയാം. ഓക്കെ, അവൽ പായസം കേട്ടോ, സൂപ്പർ, കൊള്ളാട്ടോ. ഇത് അവൽ പായസമാണെന്ന് പറയാനേ മനസ്സിലാവുന്നില്ല അവൽ പായസമാണെന്ന്. ഓക്കെ, ഇതൊരു നല്ലൊരു വിഷു കൈനീട്ടമാണ്. ഒരു പായസത്തിൻ്റെ രൂപത്തിൽ അനില നമുക്ക് തന്നിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ എല്ലാവർക്കും അത് മിസ്സാവും. ഒരു നമ്മൾ സാധാരണ ഒരുപാട് പായസങ്ങൾ, സേമിയ പായസമൊക്കെ ഉണ്ടാക്കുന്നത്, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു സ്പെഷ്യൽ പായസം. അപ്പോൾ അനില, ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെല്ലാവരോടും ഞങ്ങളുടെ ഈ വിഷു സ്പെഷ്യലാക്കി തന്നതിന്. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ ഹാപ്പി വിഷു. ഫോക്കസിൻ്റെ ഇന്നത്തെ വിഷു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട മെയിൽ ID focus123@gmail.com. ഫോക്കസിൻ്റെ നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ രശ്മി ഗോപകുമാർ സൈനിങ് ഓഫ്. ഫോക്കസ് presented by ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം and powered by വിന്നർലാൻഡ് കരാട്ട ക്ലബ്, അറബ് എക്സ്പ്രസ് ബിസിനസ് സെന്റർ, ഫോക്കസ്, വലിയത്ത് മെഡിക്കൽ സെന്റർ, പ്രസൻസ്. This program is brought to you by Aura Global School. Periyar Rice,